ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് തിരുമേനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണ്ടല്ലോ, അല്ല ബിലാലെ, ഇന്നലെ രാത്രി ഞാൻ നിന്നെ കണ്ടല്ലോ, സ്വപ്നത്തിലായിരിക്കും. നബിമാരുടെ സ്വപ്നം എന്ന് പറഞ്ഞ വഹയാണ്. ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനം. നബിമാർ ഉറങ്ങിയാലും ഖൽബ് ഉറങ്ങൂല, കണ്ണേ ഉറങ്ങുള്ളൂ. ഒരു നബിയുടെയും ഉറക്കം കൊണ്ട് അവരുടേത് വുളൂ മുറിയൂല. നിന്നെ സ്വർഗത്തിൽ എത്തിയതായിട്ടാണല്ലോ കാണുന്ന ബിലാലെ, എന്താ നിനക്ക് പ്രത്യേകത? അതിന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ? നബി, ഞാൻ എപ്പോൾ വുളൂ പറഞ്ഞാലും വുളൂ എടുക്കും, എപ്പോൾ വുളൂ എടുത്താലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ശരിക്കും ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാങ്കാരനല്ലേ? നബി തങ്ങളുടെ നടപ്പിലും യുദ്ധത്തിലും കടത്തത്തിലും മുന്നേറ്റത്തിലും വിജയത്തിലും യുദ്ധത്തിലും നാട്ടിലും കൂടെ നടന്നാളല്ലേ? എന്നിട്ട് ബിലാൽ തങ്ങൾക്ക് റസൂലുള്ള പോലും അറിയാത്ത ഇബാദത്ത് ചിപ്പിക്കകത്ത മുത്തുപോലെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അജ്മീറിൽ പോകേണ്ട സ്റ്റാറ്റസ് നോക്കിയാൽ മതി, എടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏത് സ്റ്റേഷൻ നിസ്കരിച്ചെന്ന് വരെ സ്റ്റാറ്റസിൽ വരും. അല്ല ചങ്ങന്മാരെ, പിന്നെ എന്തിനാ മലക്കുകൾ? അല്ല പിന്നെ എന്തിനാണ് മലക്കുകൾ? അല്ലേ? നമ്മൾ ചൊല്ലിയതും പറഞ്ഞതും അതൊക്കെ ആരെങ്കിലുമൊക്കെ അറിയിക്കണം. മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് എങ്ങനെ വരികയെന്നറിയോ? ഉറക്കിന്റെ ചടവ് അഭിനയിക്കും. ഉറക്കിന് ക്ഷീണമൊന്നും പോകുന്നില്ല എന്നല്ല അഭിനയിച്ചിട്ട് അവര്. എന്തിന്? ഞാൻ കുറെ നേരം ഉറങ്ങിയിട്ടാണ് വരുന്നത് എന്ന് ആൾക്കാരെ തോന്നിപ്പിക്കാൻ. നമ്മളെങ്ങനെ ഉണ്ടാവും? ഇന്നലെ എനിക്ക് കർണാടകയിലാണ് പരിപാടി, നാളെ മലപ്പുറമാണ്, മറ്റന്നാൾ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, അതിന്റെ ഒരു ക്യാബിനറ്റ് ഉണ്ട്, പിന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. തിരക്കഭിനയത്തിന്റെ തിരക്കില്ല. ആരെങ്കിലും വിളിച്ചാല് ഹലോ, ആ ഉസ തിരക്കില്ല, അല്ലാന്ന് പറയാൻ നമുക്ക് പോറാം. അല്ലാന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും വിചാരിക്കൂലേ?